ബേസിക് അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെ പൈത്തണിൽ പെർഫോം ചെയ്യുന്നുള്ളതിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകൾ ആദ്യം അത് കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ റിമൈനിങ് അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്ററും എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഡീഷണൽ അല്ലാത്ത ബാക്കി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെ പൈത്തണിൽ ചെയ്യാമെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ എങ്ങനെ എഴുതാമെന്ന് നോക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്കും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തു നോക്കിയ കുറച്ച് പേരെങ്കിലും മറ്റു ഓപ്പറേഷൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് കോഡിങ്ങിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇതേ രണ്ട് ഇൻപുട്ട്സ് വെച്ചിട്ട് അതിൻ്റെ തന്നെ സമ്മ് അതുപോലെ തന്നെ ഡിഫറൻസും പ്രൊഡക്റ്റും ഡിവിഷനും എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ സബ്സ്ട്രാക്ഷൻ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു കോഡ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഡിഫറൻസ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ഇൻപുട്ട് 1 മൈനസ് ഇൻപുട്ട് 2 എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ നമ്മുടെ മാത്സിൽ ചെയ്യുന്ന അതേപോലെ തന്നെ മൈനസ് ഓപ്പറേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ട് കുറച്ച് ഭംഗിയിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ സമ്മിൽ ചെയ്ത് അതേപോലെ തന്നെ ജസ്റ്റ് ഇൻപുട്ട് 1 മൈനസ് ഇൻപുട്ട് 2 ഈക്വൽ ടു ഡിഫറൻസ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് 1 മൾട്ടിപ്ലൈഡ് ബൈ ഇൻപുട്ട് 2 എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് സ്ട്രിങ് ഉണ്ടാക്കി എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഡിവിഷനും ഇപ്പം നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഇൻപുട്ട് 1 ബൈ ഇൻപുട്ട് 2. നമുക്കിതൊന്ന് ഇനി സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് കൊടുത്ത് നോക്കാം. 4ഉം അല്ലെങ്കിൽ 8ഉം 4ഉം കൊടുത്ത് നോക്കാം. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 8 + 4 12, 8 - 4 4, 8 × 4 32, 8/4 2. അപ്പോൾ ഇത്ര കറക്റ്റാണ്. നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ വേറൊരു നമ്പേഴ്സ് കൊടുത്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇത്തവണ നമുക്ക് നമ്പർ 1 ഒരു ചെറിയ നമ്പർ കൊടുത്ത് നോക്കാം. അപ്പോൾ 2 എന്ന് കൊടുക്കാം. നമ്പർ 2 നമുക്ക് 5 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് കറക്റ്റായി വരുന്നുണ്ടോ നോക്കാം. നെഗറ്റീവ് നമ്പേഴ്സും കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയാണ് 2 + 5 7 കറക്റ്റാണ്. 2 - 5 -3 ആണ്. അപ്പോൾ അത് ഉത്തരം കറക്റ്റാണ്. 2 × 5 10 കറക്റ്റാണ്. 2/5 0.4. അപ്പോൾ അതും കറക്റ്റാണ്. ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിളും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ തവണ നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൊടുത്ത് നോക്കാം അല്ലേ. -1 കൊടുക്കാം, 1 കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ ആൻസേഴ്സ് വന്നു? -1 + 1 0, -1 - 1 -2, -1 × 1 -1. അപ്പോൾ ഇതെല്ലാം ആൻസേഴ്സും കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ പല കോമ്പിനേഷൻസും ഡെസിമൽ നമ്പേഴ്സും ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് രണ്ട് അഡീഷണൽ ഓപ്പറേഷൻസും കൂടി പഠിക്കാം. ഇത് നമ്മൾ ചിലപ്പോൾ ബേസിക് ഓപ്പറേഷൻസിൽ പഠിക്കുന്ന ഒരു സംഭവം ആവില്ല, പക്ഷെ നമ്മുടെ പൈത്തണിലും മറ്റ് പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ കുറേ വട്ടം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ എങ്ങനെ കാണാമെന്നുള്ളതാണ്. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 to the power of 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ആൻസർ 8 വരുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിലൊരു ഓപ്പറേഷൻ ഉണ്ട്. നമുക്ക് ഇൻപുട്ട് 1 ആണ് നമ്മുടെ ബേസ് എന്ന് വിചാരിക്കാം, ഇൻപുട്ട് 2 ആണ് പവർ എന്നുണ്ടെങ്കിൽ 2 തവണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മുടെ പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പോണൻഷ്യൽ കിട്ടുന്നതായിരിക്കും. നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് കൊടുക്കുക? എഫ്. നമ്മളപ്പോൾ സാധാരണ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ 2 to the അല്ലെങ്കിൽ ഇൻപുട്ട് 1 to the power എന്ന് പറയുമ്പോൾ ഇൻപുട്ട് 1 പവറിന് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു സിമ്പൽ എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എഴുതാം. അതാണ് കുറച്ചുകൂടെ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുക. ഇൻപുട്ട് 2 ഈക്വൽ ടു എന്താ? നമ്മുടെ ആൻസർ എക്സ്പോണൻഷ്യൽ അല്ലേ. ഓക്കെ, ഇത് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, അപ്പോൾ കേളി ബ്രാക്കറ്റ് ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇൻപുട്ട് 1 നമുക്ക് 2ഉം കൊടുക്കാം, രണ്ടാമത്തെ നമുക്ക് 3ഉം കൊടുക്കാം. ഇവിടെ എന്താ എറർ അടിച്ചിട്ടുണ്ടല്ലോ? എന്താണ് എറർ? എക്സ്പോണൻഷ്യൽ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എററാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്താ ഈ എറർ എന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എറർ കാണുമ്പോൾ അത് റീഡ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണിക്കുന്നതാണ്
എറർ ടൈപ്പ് എന്താണെന്നുള്ളത്. നെയിം എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു വേരിയബിൾ നമ്മൾ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഏത് ലൈനിലാണ് എറർ അടിച്ചിട്ടുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതിൽ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈൻ, സെക്കൻഡ് ലാസ്റ്റ് ലൈൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ് എറർ അടിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം എന്തുണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഓക്കെയാണ്. നമ്മളിവിടെ ഇവിടെ ഒരു ടൈപ്പോ സംഭവിച്ചാണ്. ഇവിടെ എക്സ്പോണൻഷ്യൽ എന്നുള്ളതിന് പകരം ഒരു എക്സ് വിട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുക, റൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. 2 കൊടുത്തു, 3 കൊടുത്തു. 2⁻3 8 കറക്റ്റാണ്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി റൺ ചെയ്ത് നോക്കാം. ഈ വട്ടം 10 കൊടുക്കാം. 10⁻3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 10⁻3 1000. അപ്പോൾ ഇത് കറക്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഓപ്പറേഷൻ കൂടി പഠിക്കാം. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിമൈൻഡർ കണ്ടുപിടിക്കാം പഠിക്കാൻ നോക്കാം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോവാത്ത സാഹചര്യത്തിൽ ബാക്കി വരുന്ന നമ്പർ, അതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുക. ഇപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഇൻപുട്ട് 1 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് 2 ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ എന്ന് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് 1 ഈ ഒരു സിമ്പൽ ഉപയോഗിക്കുക, ഈ പെർസെൻറ്റേജ് പോലെയുള്ള സിമ്പൽ ഉപയോഗിക്കുക. ഇതാണ് റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേഷൻ. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് 2 എന്ന് കൊടുക്കുക. നമുക്കിത് പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പ്രിൻ്റ് എഫ് എന്താണ് റിമൈൻഡർ ഓഫ് ഇൻപുട്ട് 1 divided by input 2 equal to remainder. ഓക്കെ, ഇനി നമുക്ക് സേവ് ചെയ്ത് റൺ ചെയ്യാം. ആദ്യത്തെ നമ്പർ നമുക്ക് 5 കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് നമ്പർ നമുക്ക് 2 കൊടുക്കാം. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര റിമൈൻഡർ വേണ്ടത്? 1 ആണ് റിമൈൻഡർ വേണ്ടത്. 1 വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, 1 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്യാം. ഇത്തവണ നമുക്ക് 10 കൊടുക്കാം, 5 കൊടുക്കാം. റിമൈൻഡർ എത്ര? 0. ഓക്കെ, ഇപ്പോൾ ഈ 2 ഓപ്പറേഷൻസും ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒന്നാണ്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ 2 ഓപ്പറേഷൻസും. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നോക്കാം. നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം എഴുതേണ്ടി വരികയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 2 സംഖ്യകളുടെ സമ്മിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. ഫസ്റ്റത്തെ രീതി എന്ന് പറയുന്നത് ഇതിന് നമുക്ക് 2 ഓപ്പറേഷനായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ 1 പ്ലസ് നമ്പർ 2 എഴുതാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് വിളിക്കാം. റിസൾട്ട് ഈക്വൽ ടു എന്തായിരുന്നു? അഡീഷൻ. സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഇൻറ്റു 2 ടൈംസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ റിസൾട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് എഫ് റിസൾട്ട് ഈസ് ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് 2ഉം 1 എന്ന് കൊടുക്കാം. റിസൾട്ട് ഈസ് 4. കറക്റ്റാണ്. 1 + 1 2. അതിൻ്റെ സ്ക്വയർ 4 ആണ്. ഇനി നമുക്ക് ഇതേ പ്രോഗ്രാം എങ്ങനെ ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യാം എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അഡീഷൻ എന്നുള്ളത് എടുത്ത് കളഞ്ഞിട്ട് ഈ ലൈൻ മാറ്റാം, റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാത്സിൽ ബോർഡ് മാസ് റൂൾ പഠിച്ചിട്ടുണ്ടോ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ സബ്സ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല. ബേസിക്കലി അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ എന്താണ്? നമ്പർ 1 പ്ലസ് നമ്പർ 2 എന്നുള്ളതാണ് നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. അതിന് ശേഷം നമുക്ക് എന്ത്? പവർ എന്നുള്ള ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അത് ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ബോർഡ് മാസ് തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ബ്രാക്കറ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ എഴുതാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ട ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു യൂണിറ്റ് ആയിട്ടായിരിക്കും അത് എക്സിക്യൂട്ട് ആവുന്നത്. അതിന് ശേഷമായിരിക്കും അതിന് കൂടെയുള്ള മറ്റ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ആവുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ കൊടുത്ത അതേ
ഇൻപുട്ട് തന്നെ കൊടുക്കാം. ആദ്യം 1 എന്ന് കൊടുക്കാം, വീണ്ടും 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഈസ് 4. അപ്പോൾ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം നമ്മുടെ അടുത്ത എക്സാമ്പിളിൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഇക്വേഷൻസ് എഴുതുന്ന കാണാം, അതേപോലെ തുടർന്നുള്ള പ്രോഗ്രാംസിലും കാണാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇങ്ങനെ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത് ഒരുമിച്ച് ചെയ്യേണ്ട ഓപ്പറേഷൻസ് അത് ഒരുമിച്ചാണ് എക്സിക്യൂട്ട് ആവുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് റീഡബിലിറ്റിക്കും ഇങ്ങനെ എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ പ്രോഗ്രാം എഴുതുന്നതിലേക്ക് കിടക്കാം. പക്ഷേ അതിന് മുമ്പ് എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തതിന് ശേഷം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് സ്വയം ട്രൈ ചെയ്ത് നോക്കുക. ആക്ച്വലി ഇത്ര പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് സ്വയം ഈ ഒരു പ്രോഗ്രാം എഴുതാൻ നോക്കാവുന്നതാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ. അതും ട്രൈ ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോണിൻ്റെ എല്ലാം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് I = P × N × R എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ആണ് വരുന്നത് എന്നുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള വേരിയബിളാണ്. P എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ തുടക്കത്തിൽ ലോൺ എടുക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര കൊല്ലത്തേക്കാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എന്നുള്ളതാണ് N-ൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. R എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൽ R എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 12% ആണ് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കാം. 12 എന്നുള്ളതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് /100 എന്നുള്ളത് ചെയ്യാം. ഇതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇതിന് ശേഷം P എന്നുള്ള എമൗണ്ട് നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് എടുക്കാം. അപ്പോൾ യൂസറുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് യുവർ ലോൺ എമൗണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്കിതിനെ ഫ്ലോട്ടിംഗ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ എമൗണ്ട് അധികാരം ഫ്ലോട്ടായിട്ട് എൻ്റർ ചെയ്യാനൊന്നും സാധ്യതയില്ല, എന്നാലും നമുക്ക് ഫ്ലോട്ടിംഗ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കളർ മാറ്റം കാണാം. ഇവിടെ ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സിംഗിൾ കോഡ്സ് വെച്ചിട്ടാണ് ഞാൻ ക്ലോസ് ചെയ്തത്, നമ്മൾ ഡബിൾ കോഡ്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതായിരുന്നു അത് വന്നത്. അപ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം, ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൺ ടൈമിലുള്ള കുറേ എറേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലത്തേക്കാണ് ലോൺ വേണ്ടത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അത് നമുക്ക് ഇൻറ്റിജറായിട്ട് എടുത്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തേക്ക് മുഴുവനായിട്ടുള്ള രീതിയിൽ ലോൺ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. ഇൻപുട്ട് എടുക്കണം. ഇൻപുട്ടായിട്ട് എന്താ എടുക്കേണ്ടത്? ഹൗ മെനി നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ചോദിക്കാം. ഓക്കെ, വെച്ചതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 2 ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യണം. ഒന്ന് ഇൻപുട്ടിനുള്ള ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റും, ഒന്നെന്ന് പറയുന്നത് ഇൻഡ് എന്നുള്ള നമ്മൾ ഈ ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഈക്വൽ ടു എന്താണ് ഫോർമുല? P × N × R, റൈറ്റ്? ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അതൊന്ന് പ്രിൻ്റ് ചെയ്യാം, അല്ലേ? പ്രിൻ്റ് നമ്മൾ F string ആണ് ഉപയോഗിക്കുന്നത്. കാരണം ആ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് F string യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യാം, the interest you have to pay for the amount നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ ആഡ് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് എവിടെയാണ്? P, അല്ലേ? P for N years, അല്ലേ? എത്ര കൊല്ലത്തേക്ക് ഉള്ളത് നമ്മൾ പറയണം. N years is I, ഇത്ര രൂപയാണ് എന്നുള്ളത് പറയും. നമുക്കിവിടെ റുപ്പീസ് എന്നുള്ളത് ആഡ് ചെയ്യാം, കുറച്ചുകൂടി റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലേ? റുപ്പീസ് എന്ന് പറയാം. ഓക്കെ, ഈ കോഡ് നമുക്കൊന്നിനി റൺ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് യുവർ ലോൺ എമൗണ്ട് എന്ന് ചോദിച്ചു. നമുക്കറിയാം 1000 രൂപയാണ് എടുക്കുന്നതെന്ന് പറയാം, റൈറ്റ്? എത്ര കൊല്ലത്തേക്കാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. നമുക്ക് 2 കൊല്ലത്തേക്കാണ് എടുക്കണമെന്ന് നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം. അതിനുശേഷം അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, ദ ഇൻട്രസ്റ്റ് യു ഹാവ് ടു പേ ഫോർ ദ എമൗണ്ട് ഓഫ് ₹1000 ഫോർ 2 years is ₹240.
അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇത് കറക്റ്റാണ്, 240 എന്നുള്ളത് കറക്റ്റാണ് അല്ലേ. ഓക്കെ, നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. റൈറ്റ്, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അയാളുടെ EMI എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. EMI എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പോൾ EMIക്കുള്ള ഇക്വേഷൻ എങ്ങനെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് തുടക്കത്തിലെടുത്ത ലോൺ എത്രയാണോ പ്ലസ് ടോട്ടൽ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ്, റൈറ്റ്, അതിനെ ഡിവൈഡഡ് ബൈ EMI നമ്മൾ മാസത്തിലാണ് അടയ്ക്കുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സിനെ മന്ത്സിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് EMI കിട്ടും. എന്നിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. എന്ത് പ്രിൻറ്റ് എഫ് സ്ട്രിങ് ആയിട്ട് വീണ്ടും എഴുതുക, യുവർ EMI പെർ മന്ത് ഈസ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ EMI പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ വീണ്ടും ലോൺ എമൗണ്ട് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നു 1000 രൂപ, 1000 rupees, ഹൗ മെനി ഇയേഴ്സ്, നമുക്ക് 3 years കൊടുക്കാൻ വെറുതെ അല്ലേ, 3 years കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം the interest you have to pay for the amount ₹1000 for 3 years is 360. The EMI per month is 37.7788 എന്നുള്ളതാണ് EMI ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ടാസ്ക് എന്താണെന്നുള്ളത് നോക്കാം. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രിൻറ്റ് ചെയ്തിട്ട് ആദ്യം നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് ചോദിക്കുക, അതിനുശേഷം ഏത് ക്ലാസ്സിലാണെന്ന് ചോദിക്കുക, അതിനുശേഷം നമ്മൾ 4 സബ്ജക്ട്സിൻ്റെ മാർക്കാണ് ചോദിക്കുന്നത്, ഔട്ട് ഓഫ് 100 എത്രയാണ്. അപ്പോൾ നമുക്ക് ഓരോ മാർക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളെല്ലാ മാർക്കും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 സബ്ജക്റ്റിൻ്റെ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റിപ്പോർട്ട് കാർഡ് ജനറേറ്റ് ചെയ്ത് വരണം. നമ്മുടെ പേര്, ക്ലാസ് എത്രയാണ്, ഓരോ സബ്ജക്റ്റിൽ സ്കോർ ചെയ്ത മാർക്ക് എത്രയാണ്, നമ്മുടെ ടോട്ടൽ മാർക്ക് എത്രയാണ് ഔട്ട് ഓഫ് 400, അത് എത്ര % ആണെന്നുള്ളത്. ഇതാണ് ഇന്നത്തെ ടാസ്ക് നമുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ടാസ്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോം കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇന്ന് പഠിച്ച ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ കാര്യങ്ങൾ അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലിങ്കുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് കൂടാണ്ട് നിങ്ങളുടെ മേഖലയിലുള്ള എന്തെങ്കിലും എക്സാമ്പിൾസ് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമായിട്ട് എഴുതിയിട്ട് താഴെ കൊടുക്കുന്ന അതേ ലിങ്കിൽ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പറ്റുന്നത്ര ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.